കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി വീണ്ടും കോട്ടയത്തെ മഹിളാ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തന്റെ പരാതിയിൽ നടപടിയെടുക്കാതിരുന്നത് എന്നാണ് ആരോപണം. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ ആളെ മണ്ഡലം പ്രസിഡന്റ് ആക്കരുത് എന്നാവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിച്ചില്ല എന്നും ഏറ്റുമാനൂരിലെ മഹിളാ കോൺഗ്രസ് നേതാവ് ജെസ്സി മാത്യു പറഞ്ഞു. തന്നോട് വിശദീകരണം ചോദിച്ച മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് വിവരക്കേടാണെന്നും ജെസ്സി പ്രതികരിച്ചു. ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞതാ. നവംബർ 21 തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിച്ചതാ. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് നമ്മൾ തമ്മിൽ പ്രായവ്യത്യാസമുണ്ട്, എനിക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസവും വിവരവും അനുഭവജ്ഞാനവും ഒക്കെ ഉണ്ട്, ഒരു ആരോപണ വിധേയനെ ഒരിക്കലും നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതാ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര തന്റേടത്തോടെ പറയുന്നത് വിശ്വാസ്യതയില്ല എന്ന്. ഇപ്പോൾ ടോബി ജോൺസൺ ഉണ്ട് കോട്ടയത്ത് നിന്ന്. എന്താണ് ഈ തർക്കമെന്ന്, അതിന്റെ വിശദാംശങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ടോബി, ഇത് ഈ നേതാവ് എന്താണ് പറയുന്നത്? ഈ പരാതി നൽകിയിട്ട് നേതൃത്വം നടപടി എടുത്തിട്ടില്ല എന്നുള്ള വിമർശനമാണോ ഇപ്പോഴും ഉള്ളത്? തീർച്ചയായിട്ടും ഉമേഷ്, ഇതൊരു സ്ത്രീവിരുദ്ധ നിലപാടാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റേത് എന്നുള്ളൊരു വിമർശനമാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിലെ ഒരു വാർഡിൽ നിന്നും ഇവർ മത്സരിച്ചിരുന്നു. അന്ന് പാർട്ടിയിലുള്ള കോൺഗ്രസിലുള്ള ഒരു നേതാവ് തനിക്കെതിരെ പ്രവർത്തിച്ചു. അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടു ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകി. സംസ്ഥാന നേതാക്കൾക്കും KPCCക്ക് അടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് ഇവർ പറഞ്ഞത്. അതൊരു സ്ത്രീവിരുദ്ധ നിലപാടാണ്. താനൊരു സ്ത്രീ ആയതുകൊണ്ടാണ് തന്റെ പരാതിയിൽ നടപടിയെടുക്കാതിരുന്നത് എന്നാണ് അവർ പറഞ്ഞത്. ഒപ്പം തന്നെ ഈ വ്യക്തിയെ, ഈ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയെ മണ്ഡലം പ്രസിഡന്റായി നിയമിക്കുക കൂടി ചെയ്തതോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം അവർ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് അവർ പറഞ്ഞിരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയായിരുന്നു ആക്ഷേപം ഉന്നയിച്ചത്. താൻ കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞിട്ട് വ്യക്തമായ ഒരു മറുപടി നൽകിയില്ല, തന്നെ അവഗണിച്ചു എന്നാണ്. പക്ഷേ ഇന്ന് അവർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുന്നത് ആ കോൺഗ്രസ് നേതൃത്വം എന്ന് പറയുന്നത് അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA തന്നെയാണ്. അതായത് ജില്ലയിലെ ഏറ്റവും കരുത്തനായി നിൽക്കുന്ന കോൺഗ്രസ് നേതാവാണ് നിലവിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ആരോപണം തന്നെയാണ് ഈ ജെസ്സി മാത്യു എന്ന് പറയുന്ന മഹിളാ കോൺഗ്രസ് നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിന് ശേഷം നേതൃത്വത്തെ വിമർശിച്ചതിന് തൊട്ടു പിന്നാലെ ജെസ്സി മാത്യുവിനെതിരെ നടപടിയിലേക്ക് മഹിളാ കോൺഗ്രസ് പോയിരുന്നു. ജെബി മേത്തർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവരോട് വിശദീകരണം ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ 5 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകിയില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും അതിനും അവർ ഇന്ന് മറുപടി നൽകുന്നുണ്ട്. അവർ പറയുന്നത് ഒരു വിവരക്കേടാണ് മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിന്റേത് ഇപ്പോഴത്തെ ഈ നടപടി. അതായത് തന്നോട് വിശദീകരണം ചോദിച്ചത് ശുദ്ധ വിവരക്കേടാണ്. ബോധമുള്ളവരാരും ഇങ്ങനെയൊരു വിശദീകരണം ചോദിക്കില്ല. അതിന് പറയുന്ന കാരണം താനൊരു പരാതി ഉന്നയിച്ചിട്ട് അതിൽ ഒരു ചോദ്യമോ ഒന്നും തന്നെ ഒരു അന്വേഷണമോ നടത്താതെ താൻ ഇങ്ങനെ പ്രതികരിച്ചപ്പോൾ തനിക്കെതിരെ നടപടിയെടുക്കുന്നത് അത് ഒരു വിവരക്കേടാണെന്നുള്ള വാക്ക് തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും കോട്ടയത്തെ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുമുള്ള രൂക്ഷ വിമർശനമാണ്. അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് നേർക്ക് തന്നെയാണ് ഇപ്പോൾ അവർ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. ശരി ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വാർത്തകൾ നൽകിയത്.